എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ 3 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാ ദിവസവും ഞാൻ വീഡിയോ ഒക്കെ എടുക്കാറുണ്ട്, പക്ഷേ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടാറില്ല കേട്ടോ. ഒന്നുകിൽ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കഴിയുമ്പോഴത്തേനും എനിക്കത് റെക്കോർഡ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല കേട്ടോ. റെക്കോർഡ് ചെയ്യാൻ നോക്കിയാലോ ഈ പിള്ളേരുടെ ചിലവ് കാരണം അത് എനിക്ക് ചെയ്യാനും പറ്റത്തില്ലേ. പിന്നെ എൻ്റെ വീഡിയോയുടെ വ്യൂവേഴ്സൊക്കെ കാണുമ്പോഴും എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ ഒക്കെ ഇടാനായിട്ട് ഇപ്പം തോന്നാറില്ല കേട്ടോ. ഞാൻ വീഡിയോ ഇട്ടിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല കേട്ടോ. എൻ്റെ വാച്ചിങ് അവറൊക്കെ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും. എന്നാലും ഞാൻ എൻ്റെ ഒരു ടൈം പാസിന് വേണ്ടി വീഡിയോ ഒക്കെ ഇടാമെന്ന് വിചാരിച്ചേ. കാണുന്നവർ കാണട്ടെ. എന്തായാലും നമുക്ക് വീഡിയോയിലായിട്ട് കിടക്കാം. എന്തായാലും ഞാൻ മമ്മിയോട് കുറേ നാളായിട്ട് ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ. ചേമ്പൊക്കെ കഴിച്ചിട്ട് കുറേ നാളായി. ഞങ്ങളുടെ പറമ്പിലാണെങ്കിൽ കുറേ ചേമ്പൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു, എല്ലാം പന്നി കൊണ്ടുപോയി കേട്ടോ. അപ്പം ഞാൻ മമ്മിയോട് ഈ കഴിഞ്ഞ ദിവസവും പറഞ്ഞിട്ടുണ്ടായിരുന്നേ ചേമ്പ് കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന്. അങ്ങനെ മമ്മിയൊക്കെ പറമ്പിൽ കുരുമുളകൊക്കെ പറിക്കാനായിട്ട് പോയ സമയത്ത് അവിടെ കുറച്ച് ചേമ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറിച്ചുകൊണ്ട് വന്നേ. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചേമ്പും കാന്താരി ചമ്മന്തിയൊക്കെ ആയിരുന്നു. എന്തായാലും എനിക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. പിന്നെ പിള്ളേരെയും കൊണ്ട് പിന്നെ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങിപ്പോയി കേട്ടോ. ഇതൊക്കെയല്ലേ നമ്മുടെ ഓരോരോ സമയം കളയാനുള്ള വഴികൾ. അങ്ങനെ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി പിള്ളേരെ താറാവിനെയൊക്കെ ഇങ്ങനെ കാണിച്ചു. താറാവൊക്കെ ആണെങ്കിൽ 2 മുട്ടയൊക്കെ ഇട്ടിട്ട് ഒരു താറാവിൻ്റെ പുറത്ത് കയറി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കാണിച്ചതിന് ശേഷം ഞങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസം വാടി നിന്ന വഴുതനങ്ങയൊക്കെ ഇപ്പം നല്ല അടിപൊളിയായിട്ട് ഇലയൊക്കെ നല്ല ഉണർന്നിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. വെള്ളമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് ഇപ്പം കഴിഞ്ഞ ദിവസമാണെങ്കിൽ മഴയൊക്കെ പെയ്തായിരുന്നു വൈകുന്നേരമേ. അപ്പം അതുകൊണ്ടൊക്കെ നല്ല ഉഷാറായിട്ടിരിക്കുകയാണ് കേട്ടോ ചെടിയൊക്കെ. പിന്നെ ആണെങ്കിൽ ഇന്ന് ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് മറ്റേ ആദ്യഫലമൊക്കെ മേടിക്കാനായിട്ട് അച്ഛനും കൈക്കാരന്മാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം അപ്പായൊക്കെ ആണെങ്കിൽ അതെല്ലാം സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഞങ്ങൾ കൊടുക്കുന്നത്. ഇടയ്ക്ക് ഞാൻ പിള്ളേരെയൊക്കെ കുളിപ്പിച്ചു കേട്ടോ. ഇങ്ങനെ ഞങ്ങൾ ഒരുങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അച്ഛനും ഒക്കെ വരുന്നതല്ലേ. അവർ വരുന്നതിന് മുന്നേയായിട്ട് കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കപ്പയാണെങ്കിൽ കുറച്ചേ ഉള്ളൂ, എന്നാൽ കുറച്ചുകൂടെ എടുക്കാമെന്ന് പറഞ്ഞാൽ പപ്പ കുറച്ച് കപ്പയൊക്കെ പിന്നെയും കൊണ്ട് വെച്ചിട്ടുണ്ട്. അച്ഛനും കൈക്കാരന്മാരും ഒക്കെ വന്നിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കേട്ടോ. ഇനി ഇത് ഞായറാഴ്ച ലേലമൊക്കെ വിളിക്കുവേ. അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ടൊക്കെ എടുത്ത് പള്ളിയുടെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുമേ. ശനിയാഴ്ച വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേന് അച്ഛനും വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ആണെങ്കിൽ അച്ഛൻ്റെ പുറകെ തന്നെയായിരുന്നു കേട്ടോ ജാനി. ഞായറാഴ്ച രാവിലെ അച്ഛൻ പള്ളിയിൽ പോയേക്കുമായിരുന്നു കേട്ടോ ജാനിയെ കാണാതെ. ഉണർന്നു കഴിഞ്ഞപ്പോഴത്തേനും ജാനി ഇങ്ങനെ അച്ഛനെ നോക്കി ഇങ്ങനെ പുറത്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാനും പോയി. 2 പേരും എൻ്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ജാനിയുടെ ഉറക്കമൊന്നും പോയില്ല. രാത്രിയിലെല്ലാം എഴുന്നേറ്റ് അപ്പായി എന്തി എന്ന് പറഞ്ഞിങ്ങനെ കരച്ചിലും വീഴ്ചയിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പം ഇങ്ങനെ അപ്പായെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അച്ഛൻ പള്ളിയിൽ നിന്നൊക്കെ പോയിട്ട് വന്ന് ജാനിയെ അടുത്തോളം നടക്കുന്നതാണ് ഈ കാണുന്നത്. അവളാണെങ്കിൽ കുറുക്കൊന്നും കുടിച്ചില്ലായിരുന്നു. അപ്പോൾ അച്ഛനാണെങ്കിൽ ഡിക്കുണ്ണയൊക്കെ കാണിച്ച് കുറുക്ക് കുടിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് എവിടെ അവൾ കുറുക്കൊന്നും കുടിച്ചില്ലേ. പിന്നെന്താ അപ്പായും മോളും അവിടെ നിന്ന് വർത്താനം പറിച്ചിലും കളിയും ചീരിയും ഒക്കെ ആയിരുന്നു കേട്ടോ. അച്ഛനൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെയൊന്നും വേണ്ട കേട്ടോ. അപ്പായേന്ന് പറഞ്ഞ് പുറകെ നടക്കുക. ഇപ്പം ആണെങ്കിൽ ജുവാന അപ്പ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ.